കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ ഇങ്ങനൊരു വേദഭാഗമുണ്ട്. നിവാസികളുടെ ദുഷ്ടത നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദേശം പാപം കൊണ്ട് നിറയുമ്പോൾ, അതിക്രമം കൊണ്ട് നിറയുമ്പോൾ, ആ ദേശം തന്നെ, അവിടുത്തെ സൃഷ്ടിജാലങ്ങളിൽ തന്നെ മനുഷ്യരുടെ അകൃത്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ശൂന്യതയുണ്ടാവും, തകർച്ചയുണ്ടാവും. എന്നാൽ ഒരു ദേശം ദൈവമഹത്വം കൊണ്ട് നിറയുമ്പോൾ, ദൈവമഹത്വം വെറുതെ ഒരു ദേശത്തേക്ക് വരികയല്ല, വ്യക്തികളിൽ ദൈവത്തിൻ്റെ മഹത്വം വ്യക്തികളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷത്താൽ വ്യക്തികൾ രൂപാന്തരപ്പെടുമ്പോൾ, അങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞ ഒരു ദേശത്തിന് തന്നെ അതിൻ്റെ മാറ്റം ഉണ്ടാകും. കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് മാനസാന്തരം ഉണ്ടാകും. പാപവഴികളിൽ നിന്ന് മനുഷ്യൻ മാറും, അധാർമിക ജീവിതത്തിൽ നിന്ന് മാറും. ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തി ഒരു വെളിച്ചമായി മാറുകയാണ്. ഒരു വീട്, ചില ഭവനങ്ങൾ പാരമ്പര്യമായി ചില ശാപങ്ങളിലും തകർച്ചയിലും വളരെ അന്ധകാരത്തിലേക്ക് പോയ ഭവനങ്ങളിൽ ഒരു വ്യക്തി ക്രിസ്തുവിലായി കഴിയുമ്പോൾ നാളുകൾ കൊണ്ട് ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം പോലും മാറുന്നത് നമുക്ക് കാണാം. ഇത് രാജ്യത്തെ സംബന്ധിച്ച് ശരിയാ, മുഴു ലോകത്തെ സംബന്ധിച്ച് ശരിയാ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചില നാളുകൾക്ക് മുമ്പ് വാർധായിൽ നടന്ന മീറ്റിങ്ങിൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജ്യത്ത് ദൈവമഹത്വം ഇറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷത്തിൻ്റെ വലിയൊരു വ്യാപ്തി ദേശത്തുണ്ടാകണം. അതിനുവേണ്ടി തങ്കു ബ്രദർ സംസാരിച്ച വചനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഈ കോട്ടയത്തിനടുത്ത് ഒരു പ്രദേശത്ത് സുവിശേഷ നിമിത്തം ഉണ്ടായ മാറ്റം തങ്കു ബ്രദർ ശുശ്രൂഷ മധ്യേ പറയുകയുണ്ടായി. നിശ്ചയമായിട്ടും ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയാം, ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ദേശം മാറും. നമ്മൾ ലോകത്തിലൊന്ന് നോക്കിയാൽ മതി, സുവിശേഷം വന്ന് രൂപാന്തരം സംഭവിച്ച് മദ്യപാനവും മറ്റു വഴികളുമൊക്കെ വിട്ടുതിരിഞ്ഞ് ഒരു ദേശത്തുള്ള വ്യക്തികൾക്ക് മാറ്റം വരുമ്പോൾ ആ ദേശത്തിന് തന്നെ മാറ്റമാണ്. എത്രയോ ദേശങ്ങൾ അതിന് ഉദാഹരണമാണ്. നമ്മുടെ രാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തങ്കുബ്രദറിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് I want to share tonight. I am very excited tonight because I know even tonight Jesus is going to heal everybody who needs his help. ഈ രാത്രിയിൽ ഞാൻ വളരെ ആശ്ചര്യഭരിതനായിരിക്കുന്നു, വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. കാരണം യേശു അനേകരെ ഇന്ന് സൗഖ്യമാക്കുവാൻ പോകുന്നു. I am not against doctors. ഞാൻ ഡോക്ടർമാർക്കെതിരല്ല സംസാരിക്കുന്നത്. When I have a fever, I go to a doctor. എനിക്കൊരു രോഗം വന്നാൽ ഞാൻ ഉറപ്പായും ഡോക്ടറിനെ കാണുവാൻ പോകും. But there are times where the doctor says we can't do anything, and that is where I trust Jesus does the miracle. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവിടെ ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നു, അവൻ അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. Jesus is not the God of Christians alone. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല. He is not sitting in heaven as God. സ്വർഗ്ഗത്തിൽ ഇരുന്ന് വാഴുന്ന ദൈവമല്ല താൻ. His desire is that every human being, all the 7 billion people on earth should be blessed. എന്നാൽ തന്റെ ആഗ്രഹമോ ഈ ഭൂമിയിലുള്ള 700 കോടിയിൽ പരം ജനങ്ങൾ തന്റെ അനുഗ്രഹം പ്രാപിക്കണം എന്നത്രേ. When Jesus was sending his disciples, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയക്കുന്ന വേളയിൽ he said, when you go to a city, താൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ ഒരു യോഗ്യതയുള്ളവന്റെ ഭവനത്തിൽ ചെല്ലുക, Shalom, അവർക്ക് സമാധാനം പറയുക, bless that house. ആ ഭവനത്തെ നിങ്ങൾ അനുഗ്രഹിക്കൂ. Jesus did not say go to a house and say become Christian. No. യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല ഏതെങ്കിലും ഭവനത്തിൽ ചെന്ന് നിങ്ങൾ ക്രിസ്ത്യാനികളായി തീരുവെന്ന്. No, he never said so. താൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. Any city you go, bless that city. ഏത് പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണത്തെ അനുഗ്രഹിക്കൂ. And if anyone takes that blessing, the blessing will stay in that place. ഏതെങ്കിലും ഒരു വ്യക്തി ആ അനുഗ്രഹത്തെ സ്വീകരിച്ചാൽ അവരുടെ മേൽ അനുഗ്രഹം എന്നേക്കും നിലനിൽക്കും. When the
blessing is the glory of God that comes into a house, into a city. ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഏതെങ്കിലും പട്ടണത്തിൽ ഈ മഹത്വം വന്നാൽ I still remember when I was starting to preach the gospel. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ ആദ്യമായി സുവിശേഷം പറഞ്ഞു വന്ന ആ വേളയിൽ Right in the heart of the city, a colony of all huts in that place. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം 100ഓളം ഭവനങ്ങളുള്ള ഒരു കോളനി ഉണ്ടായിരുന്നു. Even pastors could not go there, they would be beaten up. മർദ്ദനം ഭയന്ന് പാസ്റ്റർമാർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. One of the lady in that colony lost her eyesight, came to one of my meeting, Jesus restored the eyesight. She said, "Can you come to my colony?" എന്നാൽ ആ കോളനിയിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു സഹോദരി എൻ്റെ മീറ്റിംഗ് വരികയും യേശുക്രിസ്തു തന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ആ സഹോദരി എന്നെ ആ കോളനിയിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ ക്ഷണിച്ചു. I went to that colony. ഞാൻ ആ കോളനിയിൽ കടന്നു ചെന്ന് I started to speak about Jesus. ഞാൻ യേശുവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങി. It was a 7-day meeting. അതൊരു 7 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. No stage, standing on the ground. People were all standing here and there in the dark place. അനേകർ ഇരുളിൽ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയുന്നത് കേട്ടു. അവിടെ സ്റ്റേജോ അങ്ങനെ യാതൊരു സൗകര്യങ്ങളോ ഇല്ലായിരുന്നു. I said Jesus loves everybody. ഞാൻ പറഞ്ഞു, യേശു സകലരെയും സ്നേഹിക്കുന്നു. All of you are his children. സകലരും അവന്റെ പുത്രന്മാരത്രേ. Oh, this whole colony was touched by the love of God. ആ കോളനി മുഴുവനും യേശുവിന്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടു. They shouted the name of Jesus. അവർ യേശുവിന്റെ നാമത്തെ ഉച്ചത്തിൽ വിളിച്ചു. The glory of God which is in Jesus came into their lives. യേശുവിലുള്ള ദൈവമഹത്വം അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. Drugs, criminals, everyone started leaving their profession. മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർ സകലരും അവരുടെ വഴികളെ വിട്ടു. All their income was only 10%. അവരുടെ വരുമാനം വെറും 10% കുറഞ്ഞു. They started small business of food product. അവർ ആഹാര വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. Those who were getting 2,000, 3,000 a day, now they are getting only 300 or 400 a day. 2,000-3,000 രൂപയോളം ദിവസം വരുമാനമുണ്ടായിരുന്നവർക്ക് വെറും 300-400 രൂപയായി കുറഞ്ഞു. But the greatest miracle, എന്നാൽ വലിയ അത്ഭുതം when the glory സംഭവിച്ചത് of God came down. ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങി Today വന്നപ്പോൾ you go to that same colony. നിങ്ങൾ ആ കോളനിയിലേക്ക് വീണ്ടും There is കടന്നു no ചെന്നാൽ huts anymore. അവിടെ ഇനി കുടിലുകളില്ല. There is not a single hut in that colony. അവിടെ ഒരു ചെറിയ കുടില് പോലും ഇല്ല. God bless that place. ആ സ്ഥലത്തെ ദൈവം അനുഗ്രഹിച്ചു. No more criminals. അവിടെ ഇനി കുറ്റവാളികളില്ല. Clean place for Jesus Christ. യേശുവിനായി ശുദ്ധീകരിക്കപ്പെട്ട ഒരിടം. And when I saw this, ഞാൻ ഇത് കണ്ടപ്പോൾ I came to understand one thing. ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. That wherever people say Jesus come, that very place becomes blessed. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ യേശുവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ രൂപാന്തരപ്പെടും. That is why my whole mindset began to change. എന്റെ മുഴുവൻ ചിന്താഗതിയെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു അത്. Because I love my nation. കാരണം ഞാൻ എന്റെ രാജ്യത്തെ I am സ്നേഹിക്കുന്നു. proud I am an Indian. ഒരു ഭാരതീയനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. I came to know one thing. ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. If this gospel is preached from all over India, the glory of God will come down and there will be not a single poor person in India. ഭാരതമെമ്പാടും ഈ യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചാൽ ഈ ഭാരതം അനുഗ്രഹിക്കപ്പെടുകയും ഒരു ദരിദ്രൻ പോലും ഈ ഭാരതത്തിൽ കാണാതിരിക്കുകയും ചെയ്യും. I am not a preacher of a religion. ഞാനൊരു മതപ്രചാരകനല്ല. I am a preacher of the glory of God coming down in Christ Jesus. ക്രിസ്തുയേശുവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമഹത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവനാകുന്നു ഞാൻ. I challenge you tonight. ഈ രാത്രി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. If you call the name of Jesus, the Bible says you will never be put to shame. വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുന്ന യാതൊരുവനും ലജ്ജിച്ചു പോകുകയില്ല. Any criminals who are standing here, I challenge you, leave your job, suffer for Jesus. Your life will be full of peace and joy. കുറ്റവാളിയായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനെ വിടൂ, യേശുവിനെ പിൻഗമിക്കൂ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും. Let us build a peaceful India. സമാധാനമുള്ള ഭാരതത്തെ പടുത്തുയർത്താം. Let us build a blessed India. അനുഗ്രഹിക്കപ്പെട്ട ഭാരതത്തെ പണിതുയർത്താം. And the glory of God is the answer of all solutions. ദൈവത്തിന്റെ മഹത്വമാകുന്നു സകല ചോദ്യത്തിന്റെയും ഉത്തരം. Hallelujah. 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 I am so happy. I am so joyful today when I stand here. I am not preaching a religion. I am preaching a savior. ഞാൻ ആനന്ദിക്കുന്നു.
കാരണം ഞാനൊരു മതത്തെയല്ല പ്രസംഗിക്കുന്നത്, ഞാനൊരു രക്ഷകനെ അത്രേ പ്രസംഗിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. I want to pray together. Let us pray for India. നമുക്ക് ചേർന്ന് നമ്മുടെ രാജ്യമായ ഭാരതത്തിനായി Oh, പ്രാർത്ഥിക്കാം. India is such a rich country. ഭാരതം സമ്പന്നമായ രാജ്യമാണ്. We have so many saints, so many poets, all seeking God. നമുക്ക് അനേക വിശുദ്ധർ, അനേക കവികൾ, ദൈവാന്വേഷികളായ അനേകർ നമുക്കുണ്ട്. Oh, I remember Saint Kabir, who was from here. ഞാൻ ഓർക്കുന്നു സന്ത് കബീർ ഈ സ്ഥലത്തു നിന്നുള്ള ആളാണ്. Oh, he said something really touching, which is remembered by me since childhood. എന്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനത് ഓർക്കുന്നു. Sant Kabir said like this. സന്ത് കബീർ ഇപ്രകാരം പറഞ്ഞു, पोथी पढ़े पढ़े जगमौआ, पंडित बने न कोई, 2.5 अक्षर प्रेम के पढ़े सो पंडित होए. Oh, no one is a great man unless he knows love. സ്നേഹത്തെ അറിയാത്തവൻ ഒരു നാളും വലിയവനായി തീരുന്നില്ല. You can read the Bible inside out, by heart inside out, but unless you recognize God is love, all your studies are useless. നിങ്ങൾക്ക് വേദപുസ്തകം അകം പുറം കാണാതെ പഠിക്കാം, അത് മുഴുവൻ വായിക്കാം, എന്നാൽ യഥാർത്ഥമായ സ്നേഹത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങളുടെ പഠനമെല്ലാം വ്യർത്ഥമായി. God is love. ദൈവം സ്നേഹമാകുന്നു. God is love. ദൈവം സ്നേഹമാകുന്നു. God is not hatred. ദൈവം വിദ്വേഷമല്ല. He loves everybody. അവൻ സകലരെയും സ്നേഹിക്കുന്നു. How many of you want India to be number 1 nation in the world? നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു ഭാരതം ഈ ലോകത്തിൽ ഒന്നാമത്തെ രാജ്യമായി തീരണം? Hallelujah. ഹല്ലേലൂയ. How many of you really want India to be blessed? നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഭാരതം അനുഗ്രഹിക്കപ്പെടണമെന്ന്? Hallelujah. ഹല്ലേലൂയ. Let us pray for India. നമുക്ക് ഭാരതത്തിനായി പ്രാർത്ഥിക്കാം. Even in your homes, നിങ്ങളുടെ ഭവനത്തിൽ when you pray, first pray for our nation. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി നിങ്ങൾ രാജ്യമായ ഭാരതത്തിനായി പ്രാർത്ഥിക്കുക. Pray for all those who are leading the nation. നമ്മെ നയിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. Pray that India will see the glory of God. പ്രാർത്ഥിക്കുക നമ്മുടെ രാജ്യമായ ഭാരതം ദൈവത്തിന്റെ മഹത്വത്തെ കാണണം. India in the Hebrew language means haudu, that is praise unto God. എബ്രായ ഭാഷയിൽ ഇന്ത്യ എന്ന വാക്കിന് തത്തുല്യമായ വാക്ക് ഹോദു എന്നാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന് മഹത്വം എന്നാണ്. India is a praise unto God. ഇന്ത്യ എന്നത് ദൈവത്തിന് മഹത്വമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Are you ready with me to pray for India? ഭാരതത്തിന് അനുഗ്രഹത്തിനായി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ Let us തയ്യാറാണോ? salute all those martyrs who had died for this nation to give us freedom. നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ നമുക്കായി മരിച്ച ആ വീരസേനാനികളെ നമുക്ക് ഓർക്കാം. Tomorrow morning I am going to Sevagram. നാളെ ഞാൻ സേവഗ്രാമിലേക്ക് പോകുന്നു. Mahatma Gandhi started the Quit India movement. മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച ആ Oh, I am സ്ഥലത്തേക്ക് excited. ഞാൻ വളരെ ആശ്ചര്യഭരിതനായിരിക്കുന്നു. Hallelujah. Tomorrow I am going to stand and say, oh poverty, you devil, quit India. ഞാൻ നാളെ നിന്നുകൊണ്ട് പറയും, ദാരിദ്ര്യമേ, പിശാചേ, ഭാരതത്തെ വിട്ടുപോകൂ. Hallelujah. Hallelujah. All demons who are killing people, fighting people against people, quit India. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കൊന്നുകളയുന്ന ദുരാത്മാവേ, ഭാരതം വിട്ടുപോകൂ. Hallelujah. ഹല്ലേലൂയ. We love our nation. Believe me, my heart beats for India. വിശ്വസിക്കൂ, എന്റെ ഹൃദയം ഭാരതത്തിനായി ഇടിക്കുന്നു. I know that these drugs are given to the youth to destroy this nation. യുവജനങ്ങളുടെ കയ്യിൽ മയക്കുമരുന്ന് ഏൽപ്പിക്കുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കുവാനാണ്. No, we will stand against it. ഇല്ല, നാം അതിനെതിരെ പോരാടും. We will stand against it. നാം അതിനെതിരെ പോരാടും. We will never let India go into the second slavery of drugs, alcohol and crime. മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിലൂടെയുള്ള കുറ്റകൃത്യങ്ങളുടെയും ബന്ധനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ വീണ്ടും നാം തള്ളിവിടുകയില്ല. Let us pray for India. ഭാരതത്തിനായി പ്രാർത്ഥിക്കാം. Let us remember those martyrs. ആ വീരസേനാനികളെ നമുക്ക് ഓർക്കാം. Mahatma Gandhi, മഹാത്മാഗാന്ധി, Shahid Subhash Chandra Bose, Shahid Bhagat Singh, all those great men who died for our nation. നമ്മുടെ രാജ്യത്തിനായി പോരാടി മരിച്ച ആ വീരസേനാനികളെ നമുക്ക് ഓർക്കാം. I go to nations. ഞാൻ രാജ്യങ്ങളിൽ പോകാറുണ്ട്. I go to many nations. ഞാൻ അനേക രാജ്യങ്ങളിൽ And പോകാറുണ്ട്. every nation I say I am proud I am an Indian. ഞാൻ അവിടെയെല്ലാം ചെന്ന് പറയും, ഒരു ഭാരതീയനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. And when I see my flag raised up, എന്റെ രാജ്യത്തിന്റെ കൊടി ഉയരുന്നത് കാണുമ്പോൾ, oh, when I see the tricolor being raised up, ആ ത്രിവർണ്ണ പതാക ഉയർന്നു പാർന്നത് oh, കാണുമ്പോൾ my heart swells with joy. I weep with joy. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും, എന്റെ കണ്ണ് നിറയും. I am first an Indian, ഞാൻ ഒന്നാമത് ഒരു then a ഭാരതീയനാകുന്നു, Christian. രണ്ടാമതായി ഒരു ക്രിസ്ത്യാനിയാകുന്നു.
എൻ്റെ പേര് സജി എന്നാണ്. എൻ്റെ സ്വദേശം പത്തനാപുരത്തിനടുത്ത് ഇളമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടാനിടയായത് ഒരു ഡീഅഡിക്ഷൻ സെൻ്ററിൽ കിടന്ന് ചികിത്സയ്ക്ക് ശേഷം അവിടുത്തെ ഒരു ഡോക്ടർ കൗൺസിൽ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: മദ്യപാനത്തിന് നിർത്താനെ കൊണ്ട് ഒരു മരുന്ന് ഈ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മരുന്ന് മുഖേന മദ്യപാനം ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പ്രയാസമാണെന്ന് ഒരു ഡോക്ടറുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം, ഇതൊരിക്കലും ഈ മദ്യപാനം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയിലാണ് ഞാനെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളുണ്ടായി. എൻ്റെ അനിയൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റ്, സ്പൈനൽ ഇഞ്ചുറി ആയിട്ട് എൻ്റെ ഭവനത്തിലായി. അങ്ങനെ ആ സഹോദരൻ എൻ്റെ ഭവനത്തിൽ ആയിരുന്നപ്പം കർത്താവ് അത്ഭുതം ചെയ്തൊന്ന് എഴുന്നേറ്റ് നടന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥന കൂട്ടത്തിൽ വന്നു കയറി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അനുജൻ്റെ വിടുതൽ കാണാനെ കൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അനിയൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥന ജീവിതത്തോട് വലിയൊരു അടുപ്പം എനിക്ക് അനുഭവപ്പെട്ടതായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ തുടർന്നുള്ള ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനും യേശുവിൽ ഒരു പ്രത്യാശയുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ കൂട്ടായ്മയിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇടയായി തീരുകയും ചെയ്തത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു രൂപാന്തരവും മാറ്റവുമായി മാറി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഞാൻ കണ്ടു തുടങ്ങിയത്, ഞാൻ അറിയാതെ തന്നെ ഈ മദ്യപാനത്തിൽ നിന്ന് ഞാൻ മുക്തി പ്രാപിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. പിന്നീട് എനിക്ക് മദ്യപിക്കണമെന്നുള്ള ഒരു വലിയ ടെൻഡൻസി എനിക്ക് തോന്നിയിട്ടില്ല. അതിനു മുമ്പ് ഒരു ദിവസം പോലും മദ്യപിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എല്ലാ ദിവസങ്ങളിലും മദ്യപിക്കണമെന്നുള്ള വലിയൊരു ദാഹം, ഒരു വലിയ അട്രാക്ഷൻ എനിക്ക് മദ്യത്തോടുണ്ടായിരുന്നു. കാരണം ഞാൻ വിദേശങ്ങളിൽ ജോലി ചെയ്തപ്പോഴും ഒക്കെ കൂടുതൽ സമയങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മദ്യപിച്ച സമയങ്ങൾ ചിലവഴിക്കുകയും അങ്ങനെ കൂട്ടുകാരും ഒരുമിച്ച് പലയിടത്തും ഇരുന്ന് അതിൻ്റെ അകത്തൊരു സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തി ജീവിതമാണ് എൻ്റേത്. പക്ഷേ അതിനപ്പുറത്ത് ഈ കൂട്ടായ്മയായിട്ടുള്ള ബന്ധം എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് കാരണമായപ്പം ഞാൻ മദ്യപാനമെന്ന എൻ്റെ കൂട്ടുകാരനെ അങ്ങ് വിട്ടിട്ട് യേശുവിനെ എൻ്റെ കൂട്ടുകാരനായിട്ട് തിരഞ്ഞെടുത്തു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും എൻ്റെ കുടുംബത്തിന് വലിയൊരു നന്മയുമായി അത് മാറി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉത്തമ പിതാവായി ജീവിക്കുവാൻ എന്നെ അതിന് സഹായിച്ചു. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു നല്ല മകനായി ജീവിക്കുവാൻ അതെന്നെ സഹായിച്ചു. എൻ്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ഭർത്താവായിരിക്കുവാൻ അതെന്നെ സഹായിച്ചു. ഇത് മുഖാന്തരം കർത്താവിന് എന്നെ ഉപയോഗിക്കും, പലയിടങ്ങളിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നു എന്നെനിക്കൊരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയതുപോലെ അനേകരുടെ ജീവിതത്തിൽ ഇതൊരു മാറ്റമായി കാണുവാൻ ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും കർത്താവിന് വേണ്ടി അനേക ഇടങ്ങളിൽ ഇതേ അവസ്ഥയിലുള്ള കുടുംബങ്ങളിൽ ഇതേ അവസ്ഥയിലുള്ള വ്യക്തികളെയും കണ്ടെത്തുവാനെ കൊണ്ട് എനിക്ക് കഴിയുകയും കർത്താവ് അതിനെന്നെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ പല വ്യക്തികളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള രൂപാന്തരം ഉണ്ടാകണമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ എന്നെ വിടുവിച്ചതുപോലെ താങ്കൾക്കും താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മദ്യപാനത്താലോ ഏതെങ്കിലും ഭാരത്താലോ പ്രശ്നങ്ങളാലോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ യേശുവിനെ ഒരു കൂട്ടുകാരനെ പോലെ സ്വീകരിച്ചാൽ നമുക്കൊരു കൂട്ടുകാരനായി ഈ യേശുവിനോടൊപ്പം നമുക്ക് നടക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി, ദേശത്തിനൊരു അനുഗ്രഹവും ഭവനങ്ങൾക്കൊരനുഗ്രഹവും സമൂഹത്തിന് നമ്മൾ വലിയൊരു മുതലുമായി മാറും. അതിനുവേണ്ടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കൊടുക്കണം. അത് കർത്താവ് നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ശ്രേഷ്ഠകരമായൊരു കാര്യമായി മാറും. കർത്താവ് എത്ര വലിയവനാണ്! ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന സൗഖ്യങ്ങൾ, വിടുതലുകൾ കാണുമ്പോൾ ഈ ഓരോ സാക്ഷ്യങ്ങളിലൂടെ തെളിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. തൻ്റെ നാമം ആര് വിളിച്ചപേക്ഷിച്ചാലും വിടുതൽ ലഭിക്കും. ഇന്നെനിക്കറിയാം,
ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന അനേകർ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാത്തവരുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പലവിധ ഭാരങ്ങളാൽ വലഞ്ഞവരുണ്ട്. യേശു മാത്രം പറഞ്ഞൊരു വാക്കിത: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങളെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, റെസ്റ്റ് തരാമെന്ന കർത്താവ് പറഞ്ഞു. മാത്രമല്ല, ഒരിക്കൽ ഒരു രോഗിയായ വ്യക്തിയെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അതെ, ഈ ലോകത്തിൽ ഡോക്ടർമാർ വലിയ സേവനമാണ് ചെയ്യുന്നത്, പക്ഷേ അവർക്ക് കഴിയാത്ത കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ദൈവദാസന്, ഒരു ശുശ്രൂഷകന്, ഞാനടക്കം ചില കാര്യങ്ങളുടെ മുമ്പിൽ കൈമലർത്തും. അല്ല, യേശു ക്രിസ്തു അന്ന് അവരോട് പറയാം, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഏതൊരു പ്രശ്നവും യേശു കൈകാര്യം ചെയ്യും. ചില കാര്യങ്ങൾ പെട്ടെന്നായിരിക്കത്തില്ല മറുപടി നമ്മൾ കാണുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ഞാൻ ഉറപ്പായിട്ട് പറയട്ടെ, കർത്താവിൽ ആശ്രയിച്ചൊരു വ്യക്തി ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല. ഇന്ന് ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ ഒരു പ്രശ്നമുണ്ടെങ്കിലും തളരരുത്. അത്ഭുത വഴി കർത്താവ് തുറക്കും. ഒരു നിമിഷത്തെ ഒരു തെറ്റായ തീരുമാനം നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും മുഴുവൻ തകർക്കാം. മരിച്ചു കളഞ്ഞാലോ എന്ന ഒരു നിമിഷത്തെ ഒരു ചിന്ത, ഒരുപക്ഷെ അങ്ങനൊരു ചിന്തയിൽ എനിക്കിനി ജീവിക്കണ്ട എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിലും ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ വചനം മാറത്തില്ല. യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അത്ഭുത വഴികൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ, ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പ്രാർത്ഥിക്കുന്ന ആളുടെ ശക്തിയോ കഴിവോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്നവരുടെ മഹത്വമോ ഒന്നുമല്ല. യേശു പറഞ്ഞ, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. സോ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ സ്വന്തം കരം ആ രോഗമുള്ള ഭാഗത്ത് വെച്ച്, അല്ലെ വീട്ടിലൊരാൾ രോഗിയായി ഇരിക്കുകയാണെങ്കിൽ, യേശുവേ അങ്ങയുടെ അത്ഭുതകരം എൻ്റെ കരത്തിൻ്റെ മുകളിൽ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൈവെക്കുമ്പോൾ അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന, സംബന്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് അറിയുന്നുണ്ട്. ഹൃദയവേദനയോടും മറ്റു പല പ്രശ്നങ്ങളോടും ഇത് കേട്ട ഓരോരുത്തരുടെ മേലും യേശു കർത്താവിൻ്റെ അത്ഭുതകരം ഈ നിമിഷം നീണ്ടു വരുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, മരിച്ചാൽ മതി എന്ന നിലയിലിരിക്കുന്ന വ്യക്തികൾ ഇന്ന് കർത്താവ് അത്ഭുത വഴി തുറന്ന് ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ കാഴ്ചയില്ലാത്തവർ, കർത്താവെ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ ഒക്കെയുള്ളവർ വിശ്വാസത്തോടെ ഇപ്പോൾ കരം വെച്ചിരിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുത കരം നീട്ടിയതിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എൻ്റെ നാമം വിളിക്കുന്ന ഏവനും ഞാൻ സമീപസ്ഥനായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഈ ഭവനങ്ങളിലുള്ളതിനായി സ്തോത്രം. സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ തന്നെ ഇന്ന് തങ്കുബ്രദറിൻ്റെ സന്ദേശത്തിൽ കേട്ടതുപോലെ നമ്മുടെ രാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, നമ്മുടെ ഓരോ സ്റ്റേറ്റുകളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ എം പിമാർ, MLA മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവർ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, നമ്മുടെ പട്ടാളക്കാർ, പോലീസ് ഫോഴ്സ്, എല്ലാവരെയും നമ്മൾ ദൈവമക്കൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നാ വചനം. ദേശത്ത് സ്വസ്ഥതയും സാവധാനതയുള്ള ജീവിതം ലഭിക്കുവാൻ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷത്തിരിക്കുന്നവരടക്കം മന്ത്രിസഭകൾ, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്, കർത്താവെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതുകൂടാതെ പൊതുപ്രവർത്തകർ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന കർത്താവെ, പട്ടാളക്കാർ, പോലീസ് ഫോഴ്സ്, ഞങ്ങളുടെ രാജ്യത്തെ സേവിക്കുന്ന എല്ലാവരും, മാത്രമല്ല ഞങ്ങളുടെ രാജ്യത്തെ പ്രൊഫഷണൽസ്, അതുപോലെ ടീച്ചേഴ്സ്, അധ്യാപകർ, മാത്രമല്ല സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ്, വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ രാജ്യത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃപ കൂടിയിരിക്കണം. കർഷക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ലോകമെങ്ങും കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും, അതാത് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങണം. ഓരോ രാജ്യവും ദൈവമഹത്വം കൊണ്ട് നിറയട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയട്ടെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി നന്മകളാൽ നിറയ്ക്കട്ടെ. അത്ഭുത വിടുതലുകൾ
ലഭിച്ചത് ഈ നമ്പറിൽ വിളിച്ചറിയിക്കണം. ഞങ്ങൾക്കതൊരു വലിയ ഉത്സാഹമായിരിക്കും. പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഈ 24 അവർ പ്രയർ ലൈനിൽ വിളിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.